നിലത്തുപോലും വെക്കാതെ പൊന്നുപോലെ വളർത്തിയ എന്റെ മകളെ കണ്ണീര് കുടിക്കാൻ ഞാൻ അനുവദിക്കില്ല സുരേഷ്, അനുവദിക്കില്ല. ഞാൻ അപേക്ഷിക്കുകയാണ് സുരേഷ്, ദയവ് ചെയ്ത് എന്നെയും എന്റെ മകളെയും രക്ഷിക്കൂ പ്ലീസ്. അങ്ങയുടെ മാനസിക നില ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ശ്രീദേവിയെ കൊണ്ട് വിവാഹത്തിന് തീരുമാനം എടുപ്പിച്ചത് ഞാനല്ല. ഞാൻ പോകുന്നു. ശ്രീദേവി, നമ്മുടെ തീരുമാനത്തിൽ അച്ഛന് വേദനയുണ്ട്. അച്ഛൻ എന്തെങ്കിലും പറഞ്ഞ് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. മാപ്പ് ചോദിക്കാൻ മാത്രം വലിയ തെറ്റൊന്നും അദ്ദേഹം ചെയ്തില്ലല്ലോ. ശ്രീദേവി വിവാഹം കഴിക്കാനുള്ള എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല. ശ്രീദേവിക്ക് വേണമെങ്കിൽ ആലോചിച്ച് തീരുമാനിക്കാൻ ഇനിയും സമയമുണ്ട്. എന്റെ മകളെ ചികിത്സിക്കാൻ എത്തിയത് ഇതിനാണെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ രോഗം പിടിച്ചവൾ മരിച്ചു പോട്ടെ എന്ന് ഞാൻ കരുതുമായി. ശ്രീദേവി, അച്ഛൻ അവസാനമായി പറയുന്നു, നിന്റെ ഈ തീരുമാനത്തിന് മാറ്റം വരുത്തിയില്ലെങ്കിൽ ഈ മുല്ലശ്ശേരി തറവാടിന്റെ മുറ്റത്ത് വെച്ച് ഈ വിവാഹം നടക്കില്ല. ഞാൻ അത് നടത്തിയില്ല. എനിക്ക് ഈ ജീവിതത്തിൽ വിവാഹമുണ്ടെങ്കിൽ അദ്ദേഹം മാത്രമായിരിക്കും അച്ഛൻ എന്റെ ഭർത്താവ്. അച്ഛൻ ഈ വിവാഹം നടത്തി തന്നില്ലെങ്കിൽ ഞങ്ങൾ എവിടെങ്കിലും പോയി വിവാഹത്തിലായിക്കൊള്ളാം. മോളെ, ഭർത്താവിനെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട്. ഒരച്ഛനെന്ന നിലയിൽ നിന്നെ ഉപദേശിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. ഈ കാര്യത്തിൽ ഏറെ ജീവിതാനുഭവമുള്ള നിന്റെ അച്ഛന് നീ ഇത് വിട്ടുതരും മോളെ. ഞാൻ നിനക്ക് വേണ്ടി നല്ലതേ പറയൂ, നല്ലതേ ചെയ്യൂ. മോളെ, നീ ഇത് കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ അച്ഛനൊന്നും പറയാനില്ല. നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. പക്ഷേ വിവാഹത്തിന് ശേഷം നിനക്കിങ്ങനെ ഒരു അച്ഛനുണ്ടെന്നുള്ള കാര്യം നീ മറന്നേക്കൂ. അച്ഛൻ ഈ മകളെ ഉപേക്ഷിച്ചാൽ പോലും എനിക്കെന്നും എന്റെ അച്ഛനും അമ്മയും അച്ഛൻ തന്നെയായിരിക്കും. അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം. ചായ എന്താ മോളെ, നീ ചായ കൊണ്ടുവന്ന് ശ്രീദേവി എഴുന്നേറ്റില്ലേ? അച്ഛന് ചായ തരാൻ അവളെ മറന്നോ? ചേച്ചി എഴുന്നേറ്റില്ല അച്ഛാ. രാത്രി ഒരുപാട് ഇരുട്ടുന്നവരെ ചേച്ചിയുടെ മുറി ലൈറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ചേച്ചിയെ വിളിക്കാം. വേണ്ട വേണ്ട, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. യോ, നേരെ ഒരുപാട് വെളുത്തു. ഞാൻ ചേച്ചിയെ വിളിക്കാം. ചേച്ചി, ചേച്ചി, ചേച്ചിയെ മുറിയിലെങ്ങും കാണുന്നില്ല അച്ഛാ. എന്റെ എല്ലാമായ അച്ഛന് ജീവിതത്തിൽ ആദ്യമായി അച്ഛന്റെ പൊന്നുമോൾ അച്ഛനെ അനുസരിക്കാതിരിക്കുന്നു. എനിക്കതിൽ ദുഃഖമുണ്ട്. ഈ കത്ത് അച്ഛന് കിട്ടുമ്പോഴേക്കും ഞാൻ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ മേപ്പാടി ഗ്രാമത്തിലെ വിഷ്ണു ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതയായി കഴിഞ്ഞിരിക്കും. എനിക്ക് അമ്മയില്ലല്ലോ. അച്ഛന്റെ അനുഗ്രഹം വാങ്ങണമെന്നുണ്ടായിരുന്നു. ഈ കത്ത് ദക്ഷിണയായി ഞാൻ അച്ഛന്റെ കാൽക്കൽ വെക്കുന്നു. അച്ഛൻ എന്നെ അനുഗ്രഹിക്കണേ. അച്ഛന്റെ പൊന്നുമോൾ ശ്രീദേവി.
എന്താ രാഘവ, ഇന്ന് കയ്യിൽ എന്തോ ഉണ്ടല്ലോ. എത്ര രൂപയുണ്ട്? അന്ന് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയതാ. നാട്ടുകാരനുസരിച്ച് രാഘവൻ അങ്ങനെ ചെയ്യുക. ഇത് ഇദ്ദേഹത്തെ വായിച്ച് കേൾപ്പിച്ചിട്ട് രാഘവൻ അങ്ങ് പൊക്കോളാം. കൈ തന്നാലല്ലേ കുഴപ്പമുള്ളൂ. എന്താ രാഘവ ഇത്? കല്യാണം കഴിഞ്ഞെന്നറിഞ്ഞു, അതിനൊരു മംഗളപത്രമായതേ. മറ്റെന്തെങ്കിലും തന്നാ സാറിന്റെ പോലീസിൽ പിടിപ്പിക്കത്തില്ലയോ? അപ്പോ രാഘവൻ കവിതയും ശ്ലോകമൊക്കെ എഴുതൂ? അയ്യോ, എഴുതുവന്നോ? ചെറുപ്പത്തിൽ ഞാനൊരു വലിയ ആദ്യ മഹാകവി അല്ലായിരുന്നോ? എന്റെ ചെറുപ്പത്തിലെ കവിതകൾക്ക് ചെറുപ്പക്കാർക്കൊക്കെ വലിയ ഹരമായിരുന്നു. അതായത് ഹരം. ഈ കവിതയൊക്കെ എഴുതാൻ എങ്ങനെ പഠിച്ചു? അയ്യോ, ഇതിനങ്ങനെ ഡാക്ടർമാരെ പോലെ വലിയ പഠിപ്പൊന്നും വേണ്ട. നമ്മുടെ വ്യാസനും വാൽമീകിയും ഒക്കെ വല്ലതും പഠിച്ചിട്ടാണോ എഴുതിയത്? അതുപോലെ നമ്മൾ ഒന്ന് എഴുതുക. എങ്ങനാ? പക്ഷെ ആളൊന്നും മനസ്സിലാകരുത്. അതായത് എഴുതുന്നവർക്കും വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും ആർക്കും എത്രയും മനസ്സിലാകാതിരിക്കുന്നോ അത്രയും മോഹനായിരിക്കും. എങ്ങനാ? അതായത് ആർട്ട്. അപ്പൊ ഞാനിതൊക്കെ വായിച്ചേക്കാം. വേണ്ട. ഇന്ന് നല്ലൊരു ദിവസമാണ്. തൽക്കാലം ഒരു ബെഡ് ഒഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രാഘവനെ ഉടനെ അഡ്മിറ്റ് ചെയ്തേക്കാം. കവിതയൊക്കെ നമുക്ക് സൗകര്യം പോലെ വായിച്ചോളാം. മതി. ആദ്യം ബെഡാണല്ലോ ആവശ്യം. എങ്ങനാ? ഏതായാലും നിങ്ങൾക്കൊരു ഓപ്പറേഷൻ വേണ്ടിവരും. എങ്കിലേ നിങ്ങളുടെ ഈ സോക്കേട് മാറൂ. ഡോക്ടറെ, എന്നെ അത് മാത്രം ചെയ്യരുത്. ഓപ്പറേഷൻ ഒഴിച്ച് വേറെ എന്ത് വേണമെങ്കിലും ചെയ്തോ. ഇതിനു മുമ്പും പല ഡോക്ടർമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന്. ഞാൻ അത് മാത്രം ഇതുവരെ ചെയ്തിട്ടില്ല. തൽക്കാലം മരുന്ന് കഴിക്കൂ. തോമസ്, ഡോക്ടർ, രാഘവന് 13-ാം നമ്പർ ബെഡ് കൊടുത്തേക്ക്. ആ നമ്പർ കൊള്ളൂല്ല സാർ. ഞാൻ പറയുന്ന അങ്ങ് ചെയ്തേച്ചാ മതി. ശരി സാർ. നിങ്ങൾ ഗോൾ അടിച്ചല്ലോ. പിന്നെ സാറേ, എന്നെ കിടത്തുന്ന കൊള്ളാം. എന്നെ പോലും ചെയ്യുവോ? എന്തോ ചെയ്യുമെന്നാ? അല്ല, ഓപ്പറേഷൻ ചിലപ്പോ ചെയ്യും. എങ്ങോട്ട് പോവാ? എനിക്ക് ഒന്നിന് പോണം. ഒന്നിനുള്ള സൗകര്യം അകത്തുണ്ട്. അകത്ത് വെച്ചാലും ചെയ്യുവോ? അകത്ത് വെച്ച് ഒന്നും ചെയ്യൂല. ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പിടിച്ച് കയറ്റി ഡോക്ടറെ കെട്ടിപ്പിടിച്ച് ഉമ്മയും. അങ്ങനെ ഈ പെണ്ണിത് എവിടെ കൊണ്ട് വെച്ചിരിക്കുന്നു? ശ്രീദേവി, ചേച്ചി ഇവിടുന്ന് പോയിട്ട് 4 മാസമായില്ലേ? ഇപ്പൊ എന്തിനാ അച്ഛൻ ചേച്ചി അന്വേഷിക്കുന്നത്? അവൾ ഇവിടുന്ന് പോയിട്ട് 4 മാസമായില്ലേ? വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലേ? ചേച്ചി ഇപ്പോഴും ഇവിടെ ഉള്ളതുപോലെ തോന്നുന്നല്ലേ അച്ഛാ? എനിക്കങ്ങനെ തോന്നില്ല. എനിക്കറിയാം അച്ഛാ. ചേച്ചി ഇവിടുന്ന് പോയതിനു ശേഷം അച്ഛൻ ശരിക്കും ഉറങ്ങുന്ന പോലും ഇല്ല. നിനക്കൊന്നും അറിയില്ല. ഞാൻ അവളെ എന്തേ മറന്നു കഴിഞ്ഞു? മോളെ, ഒരു മകൾക്ക് അച്ഛനെ മറക്കാമെങ്കിൽ അച്ഛൻ എന്തുകൊണ്ട് മകളെ മറന്നുകൂടാ? എന്തുകൊണ്ട് മറന്നുകൂടാ? മറക്കാൻ കഴിയില്ലെന്ന് അച്ഛൻ വലിക്കുന്ന പൈപ്പിന്റെ പുക പറയുന്നുണ്ടല്ലോ. പൈപ്പോ?